നമസ്തേ. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് ലഗ്നം മുതൽ 12 രാശികളിലും ഗുളികൻ നിന്നാൽ ഒരു വ്യക്തി ജീവിതത്തിൽ എന്തൊക്കെ ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങൾ ആ വ്യക്തിക്ക് അനുഭവിക്കണം എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. പാപനാണ് ഗുളികൻ. ഗുളികൻ നിൽക്കുന്ന രാശിയുടെ ഭാവത്തെയും ആ ഭാവത്തിലെ മറ്റ് ഗ്രഹങ്ങളെയും ആ രാശിയുടെ അധിപനെയും ഇത് ബാധിക്കുന്നതാണ്. വ്യാഴമോ വ്യാഴൻ്റെ ദൃഷ്ടിയോ ആണ് പാപത്വം കുറയ്ക്കുന്നത്. ലഗ്നത്തിൽ ഗുളികൻ മാത്രം നിന്നാൽ രാജയോഗമാണ്. ശരീരത്തിൽ മുറിവോ പൊള്ളലോ ഏൽക്കുവാൻ ഇടയുണ്ട്. ഈ ജാതകൻ അല്പായുസുള്ളവനും ക്രൂരനും രോഗിയുമായിരിക്കുന്നതാണ്. ലഗ്നത്തിൻ്റെ 2-ൽ ഗുളികൻ നിന്നാൽ ജാതകൻ എന്തെങ്കിലും പറഞ്ഞാൽ ഫലിക്കും. സംസാരത്തിൽ കൊഞ്ഞലോ വിക്കോ ഉണ്ടാകും. പിടിവാശിക്കാരനാണ്. ജനിച്ച വീട് നശിച്ചു പോകും. അന്യദേശവാസിയായിരിക്കും. വിദ്യയില്ലാത്തവനും ധനമില്ലാത്തവനും കലഹപ്രിയനുമായിരിക്കും. ലഗ്നത്തിൻ്റെ 3-ൽ ഗുളികൻ നിന്നാൽ സഹോദര സ്നേഹമില്ലാത്തവനായിരിക്കും. അഹങ്കാരം മൂലം എവിടെയും പരാക്രമണം കാട്ടും. എപ്പോഴും കടം വാങ്ങുന്ന സ്വഭാവക്കാരനായിരിക്കും. ലഗ്നത്തിൻ്റെ 4-ൽ ഗുളികൻ നിന്നാൽ ബന്ധുക്കളാൽ ഉപേക്ഷിക്കപ്പെടും. വാഹനങ്ങളിൽ നിന്നും അപായം സംഭവിക്കുവാൻ ഇടയുണ്ട്. ജനിച്ച വീടും മാതാവിനെയും വിട്ടു നിൽക്കേണ്ടതായ അവസ്ഥയും ഉണ്ടാകുന്നതാണ്. ലഗ്നത്തിൻ്റെ 5-ൽ ഗുളികൻ നിന്നാൽ ഉദരരോഗിയും മനസ്സിന് ചാഞ്ചല്യമുള്ളവനുമായിരിക്കും. പുത്രദുഃഖം അനുഭവിക്കും. ഗുളികനോട് ബുധൻ ചേർന്നാൽ ഉന്മാദരോഗമുണ്ടാകും. ലഗ്നത്തിൻ്റെ 6-ൽ ഗുളികൻ നിന്നാൽ ശത്രുക്കളെ ജയിക്കും. നല്ല സന്താനമുണ്ടാകുന്നതാണ്. സ്വജനങ്ങളെ വിദ്വേഷിക്കുന്നവനായിരിക്കും. ജാലവിദ്യക്കാരനുമായിരിക്കും. ലഗ്നത്തിൻ്റെ 7-ൽ ഗുളികൻ നിന്നാൽ ഭാര്യയുമായി കലഹമുണ്ടാക്കുന്നവനും നന്ദികേടുള്ളവനും കുടുംബത്തിന് ചീത്തപ്പേരുണ്ടാക്കുന്നവനുമാണ്. വിഷം ഭക്ഷിക്കുവാനിടയുണ്ട്. ഈ ഗുളികൻ ഭാര്യാനാശവും സൂചിപ്പിക്കുന്നതാണ്. ലഗ്നത്തിൻ്റെ 8-ൽ ഗുളികൻ നിന്നാൽ കൂർമ്മബുദ്ധിയുള്ളവനായിരിക്കും. വ്യാധിയുള്ളവനും മുഖവൈകല്യമുള്ളവനുമായിരിക്കും. ലഗ്നത്തിൻ്റെ 9-ൽ ഗുളികൻ നിന്നാൽ സദാചാരമില്ലാത്തവനായിരിക്കും. ദൈവാനുകൂല്യം ഇല്ലാത്തവനും ഭാര്യയുമായി കലഹമുണ്ടാക്കുന്നവനും പുത്രന്മാരില്ലാത്തവനോ തീരെ കുറവുള്ളവനോ ആയിരിക്കും. ലഗ്നത്തിൻ്റെ 10-ൽ ഗുളികൻ നിന്നാൽ പിശുക്കനായിരിക്കും. പരോപകാര താൽപ്പര്യം മൂലം ബഹുമാനിക്കപ്പെടും. ശാസ്ത്രവിദ്യ കൈകാര്യം ചെയ്യുന്ന ആചാര്യനാകും. പ്രവൃത്തിയിൽ അലസതയുള്ളവനും കർമ്മപുഷ്ടിക്ക് ഹാനി സംഭവിക്കുന്നവനുമായിരിക്കും. ലഗ്നത്തിൻ്റെ 11-ൽ ഗുളികൻ നിന്നാൽ നല്ല പുത്രന്മാരുണ്ടാകും. ജ്യേഷ്ഠ സഹോദരനെ വെടിഞ്ഞുള്ള ദുഃഖം അനുഭവിക്കുന്നതാണ്. സുഖം, ബുദ്ധി, തേജസ്, സൗന്ദര്യം എന്നിവയുണ്ടാകും. ലഗ്നത്തിൻ്റെ 12-ൽ ഗുളികൻ നിന്നാൽ എല്ലാവരോടും നന്നായി സംസാരിക്കുന്നവനും ഭാര്യാസുഖത്തിന് ഹാനിയുണ്ടാകുകയും കീർത്തി, പെരുമ എന്നിവയ്ക്ക് വേണ്ടി പണം ചെലവാക്കില്ല. ജാതകൻ ഭയമുള്ളവനായിരിക്കും. പിശുക്കൻ അല്ലെങ്കിലും പിശുക്കൻ എന്ന പേര് ലഭിക്കും.